ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തേക്കുന്നത്. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള അവിലിട്ട് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാമേ. ജസ്റ്റ് അവിലൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അവില് ഇങ്ങനെ മൊരിഞ്ഞ് വരണ വരെ ഇളക്കി കൊടുക്കാമേ. അതിനുശേഷം നമുക്കൊരു ജാറെടുത്തിട്ട് അതിനകത്തേക്ക് പാളയംകുടം പഴം എടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരവും എത്ര അളവിലാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് പാളയംകുടം പഴം ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്ത കണ്ടൻസ്ഡ് മിൽക്ക് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാമേ. പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ. അത് അരച്ച് നന്നായിട്ട് റെഡിയായി വരുമ്പോഴത്തേനും നമുക്കിത് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യമേ അവിലിട്ടിട്ട് ലെയർ ചെയ്യാം. അവിൽ നന്നായിട്ട് മൊരിഞ്ഞ് വന്നുകൊണ്ട് ഇതിനകത്ത് കോരി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവിൽ ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്യാമേ. എത്ര നട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്കെല്ലാം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കടല മാത്രമാണ് ഇടുന്നത്. തോല് കളഞ്ഞിട്ടുള്ള കടല ഇട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.